വട്ടേനാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടേനാട് സ്കൂൾ ആവാസ് ഔദ്യോഗികമായി നിലവിൽ വന്നു. 1961 മുതലുള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. രൂപീകരണ യോഗം 73-74 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് മേജറും സിനിമാ സംവിധായകനുമായ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ അംഗങ്ങളെയും ചേർത്തുപിടിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആവാസ് വളരട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. എനിക്ക് ആ ആഗ്രഹത്തിന്റെ പുറകെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞതും എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇത്രയേ ഉള്ളൂ. നമ്മൾ മാക്സിമം കുട്ടികളെ ഇതിനകത്തോട്ട് മെമ്പർഷിപ്പ് ആക്കുക. അത് 200 രൂപ എന്തായാലും അതിന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ഇതിലാരെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ല. ഫൈനാൻഷ്യലി വീക്കായിട്ടുള്ള നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള പലരും പല കോണിലും കിടപ്പുണ്ട്. അവരെ തേടി പിടിച്ച് എന്തെങ്കിലും ഫൈനാൻഷ്യലി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ 100 രൂപ ഇട്ട് കൊടുത്താൽ മതി. ഒരു 3000-4000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം ഉത്തരത്തിന് സമാധാനം ചെയ്യുന്നത്. ഈ കൂട്ടായ്മ എന്തുകൊണ്ടും എല്ലാവരും എനിക്ക് വേണ്ടി വളർന്നില്ല. ആവാസിന്റെ ലോഗോ തയ്യാറാക്കിയ 74-75 ബാച്ചിലെ ആർട്ടിസ്റ്റ് രേവതി വേണുവിനെയും ആവാസ് എന്ന പേര് നിർദ്ദേശിച്ച 86-87 ബാച്ചിലെ സുനിലിനെയും 68-69 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയായ VP ഐദ്രു മാസ്റ്റർ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. M. പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KC കൃഷ്ണകുമാർ അനുശോചന പ്രമേയവും MV രാജൻ റിപ്പോർട്ടും TK മുസ്തഫ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വിവിധ ബാച്ചുകളെ പ്രതിനിധീകരിച്ച് P. സുരേഷ് കുമാർ, CP സുലൈമാൻ, അബ്ദുൾ റഷീദ്, നിഷ, സിദ്ദീഖ്, ശങ്കരനുണ്ണി, സതീഷ് കാക്കരാത്ത്, രാജേഷ്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓരോ ബാച്ചിൽ നിന്നും 3 വീതം അംഗങ്ങളെ ഉൾപ്പെടുത്തി ജനറൽ കൗൺസിലും 21 അംഗ ഭരണസമിതിയും രൂപീകരിച്ചു. ഭാരവാഹികളായി M. പ്രദീപ് പ്രസിഡന്റ്, MV രാജൻ സെക്രട്ടറി, TK മുസ്തഫ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബറിലെ ഓണാവധിക്ക് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കുടുംബ സാമൂഹ്യ പഠനകാര്യങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന കുട്ടികളെ ചേർത്തുനിർത്തൽ, SSLC കോച്ചിംഗ് സമയത്ത് ലഘുഭക്ഷണം, അർഹതയുള്ള കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, പഠനോപകരണങ്ങൾ, ക്യാമ്പുകൾ തുടങ്ങി ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. VP സലാം സ്വാഗതവും സെക്രട്ടറി MV രാജൻ നന്ദിയും പറഞ്ഞു.